1974 മെയ് 18 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നിന്നും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഒരു സീക്രട്ട് മെസ്സേജ് ലഭിച്ചു. ബുദ്ധൻ പുഞ്ചിരിച്ചു. മറ്റൊരു രാജ്യത്തിന്റെയും തണലിലല്ലാതെ സ്വയം സംരക്ഷിക്കാൻ നമുക്കാവുമെന്ന് നമ്മുടെ ശാസ്ത്രജ്ഞരും ഗവൺമെന്റും നമുക്ക് കാണിച്ചു തന്ന സുവർണ നിമിഷം. സാങ്കേതിക നേട്ടത്തിന്റെ പാരമ്യതയിൽ താൻ പോരിമ കൊണ്ട് സ്വയം നേടിയെടുത്ത സ്വപ്ന നിമിഷം. ഭാരതത്തിന്റെ ഏതൊരു നീക്കത്തെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അമേരിക്കയുടെയും ചൈനയുടെയും ചാരക്കണ്ണുകളെ പമ്പര വിഡ്ഢികളാക്കിയ നിമിഷം. അതെ, ബുദ്ധജയന്തി നാളിൽ ബുദ്ധൻ പുഞ്ചിരിച്ചു. രാജസ്ഥാനിലെ പൊഖ്രാനിൽ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ ഏക ആണവ രാജ്യം അമേരിക്കയായിരുന്നു. പിന്നീടാണ് സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവ ആണവ രാജ്യങ്ങളായി മാറിയത്. ആണവ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാവയെ ആദ്യ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് അറ്റോമിക് എനർജി വകുപ്പ് രൂപീകരിച്ചു. നെഹ്റുവിന് ആറ്റം ബോംബ് നിർമ്മിക്കുക എന്നതിനേക്കാൾ അവ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനം നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും ഇന്ത്യൻ ഭാഗത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. നെഹ്റു സഹായത്തിനായി സോവിയറ്റ് യൂണിയനെയും അമേരിക്കയെയും സമീപിച്ചെങ്കിലും നേരത്തെ തന്നെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിലായതിനാൽ രണ്ട് വൻശക്തികളും ഇന്ത്യയെ സഹായിച്ചില്ല. ഒരു മാസത്തോളം നീണ്ട യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഒട്ടനവധി ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം 1964 ചൈന അറ്റോമിക് ബോംബ് പരീക്ഷിക്കുകയും ആണവശക്തിയായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രശ്നക്കാരനായ അയൽക്കാരൻ ആറ്റം ബോംബ് ഉണ്ടാക്കിയപ്പോൾ സ്വയം പ്രതിരോധിക്കാനായി ആണവായുധം എന്നത് ഇന്ത്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി. 1966 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതോടുകൂടി ചൈന യുദ്ധവും അതിനുശേഷം നടന്ന പാക് യുദ്ധവും മൂലം പിന്നിലായ ആണവ പദ്ധതി വീണ്ടും രാജാറാമണ്ണയുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലായി. 1971 കിഴക്കൻ പാകിസ്ഥാനിലെ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേർപ്പെടുകയും അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ പാകിസ്ഥാന്റെ പക്ഷം പിടിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി NPTയിൽ ഭിന്നതയിലായിരുന്ന ഇന്ത്യ 1971 ഓഗസ്റ്റിൽ സോവിയറ്റ് യൂണിയനുമായി സമാധാനപരമായ സൗഹൃദവും സഹകരണവും മുൻനിർത്തിയുള്ള കരാറുകളിൽ ഒപ്പുവെച്ചതോടെ പടിഞ്ഞാറുമായി കൂടുതൽ അകന്നിരുന്നു. യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്ന് വൻ തിരിച്ചടി നേരിടേണ്ടി വന്ന പാകിസ്ഥാൻ പാശ്ചാത്യ ശക്തികളോട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ വിമാനവാഹിനി കപ്പലായ USS എന്റർപ്രൈസസിന്റെ നേതൃത്വത്തിലുള്ള 7ാം കപ്പൽപ്പടയെ ബംഗാൾ തീരത്തേക്ക് അയച്ചു. എന്നാൽ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഘടിപ്പിച്ച അന്തർവാഹിനി ബംഗാൾ തീരത്തേക്ക് അയക്കുകയും അമേരിക്കൻ കപ്പൽപ്പടയെ തടയുകയും ചെയ്തു. സോവിയറ്റ് പ്രതിരോധ രീതി കണ്ട പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ആണവായുധവും ആണവ ബാലിസ്റ്റിക് മിസൈലും രാജ്യസുരക്ഷയ്ക്ക് സ്വന്തമാക്കണമെന്നുറച്ചു. എന്നാൽ ഇന്ത്യയുടെ ആണവ പരീക്ഷയ്ക്ക് തടയിടുന്നതിനായി അമേരിക്ക NPTയിൽ ഒപ്പുവയ്ക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുകയും ഇന്ത്യയുടെ പ്രവൃത്തികളെ ചാരന്മാർ മുഖേന നിരീക്ഷിച്ചും കൊണ്ടിരുന്നു. ഡോക്ടർ രാമണ്ണയുടെ നേതൃത്വത്തിൽ 75ൽ താഴെ വരുന്ന ശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തി വളരെ രഹസ്യമായാണ് പദ്ധതി ഒരുക്കിയത്. ആണവ പരീക്ഷണത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധിയെ കൂടാതെ പരമേശ്വര ഹക്സർ, ദുർഗാധർ എന്നീ ഉപദേശകർക്ക് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ GG ബേബു കൂടാതെ വെസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡർ എന്നിവർ മാത്രമാണ് മിലിറ്ററിയിൽ തന്നെ ആകെ അറിവുണ്ടായിരുന്നവർ. രാജസ്ഥാനിലെ പൊഖ്രാൻ സൈറ്റിൽ 330 അടി ആഴത്തിൽ ഒരു പരീക്ഷണ കേന്ദ്രം നിർമ്മിക്കാൻ ഇന്ത്യൻ ആർമിക്ക് ചുമതലയും നൽകി. 1974 മെയ് 18 ബുദ്ധജയന്തി ദിനത്തിൽ 3000 പൗണ്ട് ഭാരമുള്ള ഉപകരണം പൊട്ടിക്കുകയും സ്ഫോടനത്തിൽ 8000 കിലോ ടൺ TNT തുല്യമായ ശക്തി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. വിജയകരമായ പരീക്ഷണത്തിന് ശേഷം രാമണ്ണ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കോഡ് സന്ദേശം ദ ബുദ്ധ ഈസ് സ്മൈലിംഗ് എന്നായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം ഔദ്യോഗികമായി പൊഖ്രാൻ 1 എന്നായിരുന്നെങ്കിലും പിന്നീടത് സ്മൈലിംഗ് ബുദ്ധ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. പൊഖ്രാൻ 1 ഇന്ത്യയുടെ ആണവരംഗത്തെ ശേഷി തെളിയിച്ചെങ്കിലും അണ്വായുധം ഉണ്ടാക്കുന്നതിന് ഇന്ത്യ ശ്രമിച്ചില്ല. സമാധാനപരമായ അണുപരീക്ഷണം മാത്രമാണെന്നായിരുന്നു ഇന്ത്യ ഇതിനെ വിശേഷിപ്പിച്ചത്. പൊഖ്രാൻ 1 ശേഷം അമേരിക്കയും ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധത്തെ തുടർന്ന് അന്തർദേശീയ മാർക്കറ്റിൽ നിന്നുള്ള ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ ദൗർലഭ്യം മൂലം ആണവായുധം നിർമ്മിക്കുന്നതിന് വീണ്ടും 20 വർഷത്തോളം വേണ്ടി വന്നു. തുടർന്ന് ബാർക്ക് നേതൃത്വം അതുവരെയുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ റിയാക്ടറായ ധ്രുവ് നിർമ്മിക്കുകയും അവിടെ നിന്നാണ് പൊഖ്രാൻ 2 വേണ്ടിയുള്ള ഫ്യൂവൽ നിർമ്മിച്ചത്. 1983 ഇന്ത്യ ഗവൺമെന്റ് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന് അംഗീകാരം നൽകുകയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി
ഷോർട്ട് റേഞ്ച് പൃഥ്വി മിസൈലും ലോങ് റേഞ്ച് അഗ്നി മിസൈലും നിർമ്മിച്ചു. 1990കളിൽ CTBTയുടെ വരവോടെ ഇന്ത്യ വീണ്ടും അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ നേരിട്ടു, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്. ഭൂഗർഭ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആണവ പരീക്ഷണങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു അത്. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണവായുധം നിർമ്മിക്കുന്നതിന് ശ്രമിച്ചിരുന്നെങ്കിലും അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ മൂലം പദ്ധതി പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. തുടർന്ന് 1998 മാർച്ച് 18-ന് വാജ്പേയി പ്രധാനമന്ത്രിയായ ശേഷം ബാർക്കിന്റെ അധ്യക്ഷൻ R ചിദംബരവുമായും DRDO അധ്യക്ഷൻ ഡോക്ടർ കലാമുമായും കൂടിക്കാഴ്ച നടത്തുകയും ആണവ പദ്ധതിക്ക് വേഗം നൽകുകയും ചെയ്തു. പരീക്ഷണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത്. പരീക്ഷണം നടത്തുന്നതിന് 10 ദിവസം മുൻപ് സ്ഫോടനത്തിനുള്ള പ്ലൂട്ടോണിയം മുംബൈയിലെ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ നിന്ന് ഒരു AN-32 വിമാനത്തിലാണ് ജോധ്പൂരിൽ എത്തിച്ചത്. അവിടെ നിന്ന് ആർമി ട്രക്കുകളിലാണ് പൊക്രാനിലെ സൈറ്റിൽ എത്തിച്ചത്. ആർക്കും സംശയം തോന്നാതിരിക്കുന്നതിന് യാതൊരുവിധ സ്പെഷ്യൽ സെക്യൂരിറ്റിയും ഇല്ലാതെ സാധാരണ എന്ന പോലെയാണ് ട്രക്കുകൾ എത്തിച്ചത്. അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ കണ്ണു വെട്ടിക്കുന്നതിനായി പൊക്രാനിൽ എത്തിച്ച ആയുധത്തിന്റെ അസംബ്ലിംഗ് എഞ്ചിനീയർമാർ നടത്തിയത് നൈറ്റ് ഷിഫ്റ്റിലാണ്. 1998 മെയ് 11-ന് ഓപ്പറേഷൻ ശക്തി എന്ന കോഡ് നാമത്തിൽ ഒരു ഫ്യൂഷൻ ബോംബും 2 ഫിഷൻ ബോംബും പരീക്ഷിക്കുകയുണ്ടായി. തുടർന്ന് മെയ് 13-ന് മറ്റു 2 ബോംബുകളും പരീക്ഷിക്കുകയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രസ് കോൺഫറൻസ് നടത്തി ആണവ പരീക്ഷണത്തെക്കുറിച്ച് അറിയിക്കുകയും ഇന്ത്യ ആണവ രാഷ്ട്രമായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന്റെ വാർത്ത ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങളുടെയും CIA ചാരന്മാരുടെയും കണ്ണു വെട്ടിച്ചത് അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ലോകരാജ്യങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും ഉപരോധവും മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്ത് ഒറ്റപ്പെടുത്തുകയും ചെയ്തു. പൊക്രാൻ 2-ന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി വാജ്പേയി പറയുകയുണ്ടായി, ഇന്ത്യ പ്രതിരോധത്തിനുള്ള ആണവ പോർമുനകൾ മാത്രം ഉപയോഗിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആദ്യ ആണവായുധ പ്രയോഗം ഉണ്ടാവുകയില്ല. ഇന്ത്യ അണ്വായുധമില്ലാത്ത ഒരു രാജ്യത്തിനും നേരെ ആണവായുധം പ്രയോഗിക്കില്ല. ഇന്ത്യ താൽക്കാലികമായി ആണവ പരീക്ഷണങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ലോകത്ത് ഇതുപോലെ ഒരു പ്രഖ്യാപിത നയങ്ങളുള്ള മറ്റൊരു ആണവ രാജ്യവുമില്ല. ഇന്ത്യ ഇന്നും ഇവ പിന്തുടരുന്നു. ഇന്ന് നാം അന്താരാഷ്ട്ര തടസ്സങ്ങളിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, അമേരിക്കയുമായി പോലും ആണവ കരാർ നിർമ്മിക്കുകയുണ്ടായി. ലോകത്തിലെ 4 പ്രധാന NPTയിൽ NSG ഒഴികെ മറ്റു 3-ലും അംഗമായ UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത ഏക വൻശക്തി ഇന്ത്യയാണ്. NSGയിലെ ഇന്ത്യയുടെ പ്രവേശനം തടയുന്നത് ചൈനയാണ്. എന്നാൽ NSGയിൽ അംഗമല്ലെങ്കിൽ പോലും ഇന്ത്യ NSGയിലെ ഒട്ടുമിക്ക അംഗങ്ങളുമായി ഇന്ന് ആണവ വ്യാപാരങ്ങൾ നടത്തുന്നു. ഒരു രാജ്യത്തിന് ശക്തമായ ധാർമ്മിക ഭാവം മാത്രം പോരാ, മറിച്ച് സൈനിക ശക്തിയും ആണവായുധ ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ രാജ്യങ്ങൾ നാം പറയുന്നതിന് പ്രാധാന്യം നൽകൂ. മുൻ രാഷ്ട്രതന്ത്രജ്ഞരിൽ നിന്നുള്ള ഈ വാക്ക് ഇന്ന് ഡോക്ലാം പോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ വളരെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജയ് ഹിന്ദ്. ഭൗമരാഷ്ട്രീയത്തിലെ സങ്കീർണമായ വിശകലനങ്ങൾ, ഡിഫൻസ് അപ്ഡേറ്റുകൾ, ലോകത്തെ മാറ്റിമറിക്കുന്ന ബിസിനസ് വാർത്തകൾ എന്നിവ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആഗോളതലത്തിൽ നടക്കുന്ന ഇത്തരം നിർണായക നീക്കങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കാൻ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക.